ഷൈൻ ടോം ചാക്കോ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ സുപരിചിതമായ മുഖം, അല്ലെങ്കിൽ ഒരു ആക്ടർ. ഒരു മലയാള സിനിമയ്ക്ക് സമീപകാലത്ത് ലഭിച്ച ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ എന്ന് യാതൊരു മടിയുമില്ലാതെ, ഒട്ടും ഒരു ഇതില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഷൈൻ ടോം ചാക്കോ ആണ് അടുത്ത 1 മണിക്കൂർ നമ്മളോട് നമ്മുടെ ചോദ്യങ്ങൾക്ക്, എൻ്റെ മാത്രമല്ല ഇതിന് ശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഷൈനെക്കുറിച്ച് പറയുമ്പം ഷൈൻ ഇവിടെ എത്തിപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഷൈന് ഇന്നലെ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു വേണ്ട, ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ വരാം. അവസാനം ഇന്ന് ഇവിടെ റോഡ് മാർക്ക് ഇവിടെ നമ്മുടെ ഈ സമയത്തേക്ക് ഓടിപ്പിടച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷൈന് പലപ്പോഴും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ട്. അതുപോലെ ഷൈൻ്റെ ഒരു വരച്ച വരയിൽ പോകുന്ന ഒരു സ്റ്റൈലല്ല ഷൈൻ്റെത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ ഷൈൻ പറയാം അതിനെപ്പറ്റി? വരച്ച വര നമ്മൾ എത്ര വരച്ചാലും നടക്കാറില്ല. നമ്മൾ വരയ്ക്കും, വെള്ളത്തിൽ വരയ്ക്കുന്ന വരകളായിരിക്കും. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ അച്ഛനമ്മേനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത് അച്ഛനമ്മമാർക്ക് മക്കളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ കൂടി സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ പാർട്ട്നേഴ്സിനെയാണല്ലോ. അത് പലപ്പോഴും എൻ്റെ രീതിയിൽ തെറ്റി പോവാറുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അധികം. പിന്നെ ട്രെയിൻ വഴിയാണ് വന്നത്. ട്രെയിനിലാണ് വന്നത്. കൊച്ചുവേളി എക്സ്പ്രസ്സിൽ അവിടെ പോയി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഈ ഒറിജിനൽ ഷൈൻ എന്ന് പറഞ്ഞാണല്ലോ പരിപാടിയുടെ പേര്. ഈ ഒറിജിനലിൻ്റെ മലയാളം എന്താ? അല്ല, ഒറിജിനൽ എന്ന് പറഞ്ഞ ഷൈൻ ഒരു കാര്യമുള്ളൂ. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന അല്ല വാക്കിൻ്റെ മലയാളം ഒറിജിനൽ യഥാർത്ഥത്തിൽ മറകളില്ലാത്ത ഷൈൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രമാണല്ലോ നമ്മൾ കാണുന്നത്. ഓക്കെ, അതല്ലല്ലോ റിയൽ ലൈഫിലും ഒരു കഥാപാത്രമാണ് നിങ്ങൾ കാണുന്നത്. കഥാപാത്രമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെയല്ല എൻ്റെ മുറിയിലിരിക്കുന്നതും, എൻ്റെ കൂട്ടുകാരുടെ ഇടയിലിരിക്കുന്നതും, വീട്ടിലിരിക്കുന്നതും, ഇപ്പോൾ കുറച്ച് നിയമത്തിൻ്റെ ഇടയിലിരിക്കുന്നതും, നിയമത്തിൽ പെട്ടിരിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. എല്ലായിടത്തും ഒരു മറയുണ്ട്. ആ മറ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ മറയ്ക്കാനും മറഞ്ഞു നിൽക്കാനൊക്കെ തുടങ്ങുന്നത് പാപം ചെയ്ത് തുടങ്ങുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ലേ? ഏദൻ തോട്ടത്തിൽ. അതിനെയാണ് ഈ മറ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം മറയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും അല്ലേ? ആക്ച്വലി അപ്പം മറയില്ലാതിരിക്കുന്നത് ദൈവങ്ങൾക്കാണല്ലോ. അപ്പോൾ ഈ യഥാർത്ഥമായി എന്ന് പറയുമ്പോൾ ഒറിജിനൽ, ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇതൊരു മലയാള ഭാഷയെ പരിപോഷിക്കാനും കൂടിയിട്ടുള്ളൊരു പരിപാടി. പക്ഷെ ഇതിൻ്റെ ഹെഡിങ് തന്നെ ഇത് ഒറിജിനൽ, മാതൃഭൂമി ഇംഗ്ലീഷിൽ, ഇവിടെയുള്ള ഈ ബുക്ക്ലെറ്റ് കിട്ടിയ എല്ലാ ഹെഡിങ്ങും ഇംഗ്ലീഷിൽ. അറിയില്ല അല്ലേ? ഈ കാ എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ വ്യഞ്ജന കക്ക ഗംഗ ചച്ച ചഞ്ചഞ്ഞ തട്ടടണ്ടെണ്ണ തത്തതന്തെന്ന പപ്പ. ഇത് ഓർക്കാനുള്ള ഒരു എളുപ്പവഴിയുണ്ട്. കജടതപ്പ എന്ന് പറയും നമ്മൾ. ഖജടതപ്പ, അതാണ് അതിൻ്റെ ഓർഡർ. അതിൽ കാണ് തുടങ്ങുന്നത്. കള്ളം പറയരുത്, കക്കരുത്. പിന്നെന്താണ് അതിൻ്റെ കൂടെ? ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ഇപ്പം അത് നമുക്ക് വിടാം. സത്യമൊക്കെ നമുക്ക് ഇടാം. യഥാർത്ഥ ഒരു അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. കാരണം ഈ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം നമുക്ക് വരുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന വഴിയാണല്ലോ. നമ്മൾ അവരുടെ അടിമകളായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞു. എന്നിട്ടും റിപ്പബ്ലിക് ദിനം എന്നാണ് പറയണത് അതിനെ, അല്ലേ? അതൊരു ഇംഗ്ലീഷ് വേർഡല്ലേ? അതെ. ഈ ഭാഷയുടെ അടിമത്വത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. മറ്റടിമത്വത്തിന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും. ഏത്? പക്ഷെ ഭാഷ വിശാലാവുന്ന നമ്മൾ മറ്റു ഭാഷയിലെ വാക്കുകൾ കൂടി ഇങ്ങോട്ട് കടമെടുക്കണം. വേറെ എത്ര രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് പോപ്പുലറാണ്?
ഞാൻ ചൈനയിൽ പോയപ്പോൾ ഹോങ്കോങ്ങിൽ പോയപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഹോട്ടലാണ്. അവരുടെ റിസപ്ഷനിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവർ മൈൻഡേ ചെയ്യുന്നില്ല. സംഭവം അവർക്ക് അറിയാതെ ഇംഗ്ലീഷ്. സച്ചിൻ ടെണ്ടുൽക്കർ അറിയില്ല അവർക്ക്. ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഞാൻ ഫോൺ ചെയ്യാനാണ് വീട്ടിലേക്ക്. ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവാതെയൊന്നും അറിയില്ല. പക്ഷേ ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ല അവിടെ, പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്നൊരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ലാതെ തോന്നുന്നു. അങ്ങനെ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഫുൾ പാസ്സായിരുന്നു. ഇനി 100% കിട്ടുന്ന സ്കൂളാണ്. അങ്ങനെ എന്നെ നാട്ടിൽ കൊണ്ടുപോകുന്നു. തൃശ്ശൂരെ പഠിച്ചിരുന്നു. എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടി 9ൽ പഠിക്കാം മലയാളം മീഡിയത്തിൽ ചെന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല, കുട്ടിക്ക് മലയാളം അറിയണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളം ഇപ്പോൾ നമുക്കറിയാമല്ലോ, മലയാളികളല്ലേ. അതല്ല, ഇതുവരെ സയൻസിൽ പഠിച്ചതും കണക്കിൽ പഠിച്ച ടേംസൊക്കെ മലയാളത്തിലേക്ക് ആവല്ലേ, അത് ഒക്കെ അതിലും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട വന്നു. ഒന്നുകൂടി പഠിക്കേണ്ടി വന്നു മലയാളത്തിൽ പഠിക്കാൻ. പഠിക്കാൻ അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല, ഫുൾ അക്ഷരത്തെറ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ശരിക്കും സംവിധായകൻ കമലിൻ്റെ അയൽവാസിയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ കമലിനൊപ്പം എങ്ങനെയാണ് സിനിമയിലേക്ക് വരാൻ തോന്നിയത്? ഇങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ 83 ജനിച്ച ഒരു പയ്യനാണ്. 83 ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവും. 83 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയ സമയം അല്ലേ? അതെ, ഇന്ത്യ വേൾഡ് കപ്പ് ആ വർഷമാണ് ജയിക്കുന്നത്. 83-ൽ ജനിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, അന്ന് ഏത് കാരണക്കാരനും ആകെ കൂടിയ ഒരു വിനോദം എന്ന് പറയുന്നത് സിനിമയാണ്, സിനിമാ കൊട്ടകൾ. അന്ന് ചാനലുകളൊക്കെ ഒരു ചാനലല്ലേ നമ്മൾ കാണുന്നുള്ളൂ, ദൂരദർശൻ. അത് തന്നെ ഞാൻ കണ്ടത് പിന്നെ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. ടി വി ഇല്ല, റേഡിയോ കാണണ്ട, കേട്ടാൽ മതി. അപ്പോൾ അന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ലോകത്തെ സിനിമയാണ്. ഇത്രയും വലിയൊരു കൂടാരം, അവിടെ കയറിയിരുന്ന എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കാണുന്ന അഭിനയങ്ങൾ എന്നല്ല, നമ്മൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നതാണെന്നാണ്. ഇൻ്റർവെൽ സമയത്ത് പലപ്പോഴും ഞാൻ ഓടി പോകാറുണ്ട് ഈ ആക്ടേഴ്സിനെ കാണാൻ. ലാലേട്ടനെ കാണാനാണ് മെയിനായിട്ട് പോവുക. കാരണം അന്ന് ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പടങ്ങളാണ് കൂടുതൽ പോവുക. അപ്പോൾ മുന്നിൽ കണ്ടിട്ടുള്ള ആ നടക്കുന്ന സംഭവങ്ങൾ, എല്ലാവരും കൈയടിക്കുന്ന സംഭവങ്ങൾ, എല്ലാവരെയും രസിപ്പിക്കുന്ന സംഭവങ്ങൾ, അതാവാനുള്ള ഒരു ആഗ്രഹം. അതായത് സാഗർ ഇലിയാസ് ജാക്കി 20ാം നൂറ്റാണ്ട് കാണുമ്പോൾ സാഗർ ഇലിയാസ് ജാക്കി കള്ളക്കടത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ചെയ്യാൻ. പക്ഷേ ചില കുട്ടികൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം, സാഗർ ഇലിയാസ് ജാക്കി ആവുന്നതാണല്ലോ നല്ലത്, കയ്യടി അവർക്കാണ് കിട്ടുന്നത് കൂടുതൽ അല്ലേ? സാഗർ ഇലിയാസ് ജാക്കിനെ പോലീസിന് ഇടിക്കുമ്പോൾ ആർക്കാ കയ്യടി? ജാക്കിക്ക്. അപ്പോൾ ചില കുട്ടികൾക്ക് തെറ്റിദ്ധാരണ വരാം, ജാക്കിയല്ലേ നല്ലത് അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനത്തെ ധാരണയല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് അതുപോലെ ചെയ്യണമെന്ന്, അതായത് ഇതേ സ്ക്രീനിൽ ഇതേപോലെ പെർഫോം ചെയ്യണമെന്നുള്ള ധാരണയിലേക്ക് എത്താൻ പറ്റി. ആ ഭാഗ്യം കൊണ്ട് കമൽ സാറിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ ഭാഗ്യം കൊണ്ട്, സാറിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ ഉറപ്പാണ്. കാരണം നമുക്കൊരു നല്ല നടനെ കിട്ടിയതുകൊണ്ട്. നല്ല നടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എനിക്ക് സിനിമയിൽ വരാൻ പറ്റി. നല്ല നടൻ നോക്കിയിട്ടല്ല ഇവിടെ സിനിമ എപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്, മാർക്കറ്റ് നോക്കിയിട്ടാണ്. നല്ലതിൻ്റെ ക്രൈറ്റീരിയ ഇല്ല ആക്ച്വലി, നല്ലത് ചീത്ത ഇല്ല ആക്ച്വലി. ഇപ്പോൾ ആൺ പെൺ ക്രൈറ്റീരിയയും ഇല്ല. കാരണം ഈ വേദനയുടെ തുല്യതയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ചില താരങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് വേദന കുറവാണ്. ഇപ്പോഴും ഞാൻ ചില സ്ത്രീ അല്ലെങ്കിൽ ആക്ട്രസുകൾ വാങ്ങുന്ന ശമ്പളം പോലും ഞാൻ വാങ്ങുന്നില്ല. അവരേക്കാൾ വളരെ പ്രായം കൂടിയ അവരുടെ അപ്പൻ്റെ പ്രായമുള്ള ആളുകൾ അവിടെ പാത്രം കഴുകുന്നുണ്ട് ലൊക്കേഷനിൽ.
അവർക്ക് 2000 രൂപ പോലും ആയിട്ടില്ല. ഒരു മാധ്യമങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങളും പ്രസ്താവനകളും ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞതാണെന്ന് കൊണ്ടല്ലേ കൊടുക്കുക. മാതൃഭൂമി പറഞ്ഞിട്ടാണ് എന്നുള്ളത് പോലെ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായമില്ലായ്മയാണ്. അല്ലല്ല, നമ്മള് ജോലി റിപ്പോർട്ട് ചെയ്യല്ലേ, റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ആളുകളെ അറിയിക്കല്ലേ, അറിയിക്കുക എന്ന് പറഞ്ഞു തീരുമാനിപ്പിക്കാൻ പറ്റില്ല. തീരുമാനം എടുപ്പിക്കാൻ അല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അല്ല, അത് നമ്മൾ കൊണ്ടുവരില്ല. നിങ്ങൾ പറയുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും സമൂഹത്തിന് മുന്നോട്ട് കാണരുത്. നമ്മളിപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ അറിയിക്കുക. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, ഇല്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ മാതൃഭൂമിയുടെ ഇങ്ങനത്തെ വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലോ, അത് മനോരമ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇത്രയും വലിയ താരങ്ങൾ, ഇത്രയും വലിയ ആളുകൾ, ഇത്രയും വലിയ ആഘോഷം, 12-16 വേദി, എത്ര വേദികളാണ്? കനകക്കുന്ന്, അത് തലസ്ഥാനത്ത് നടക്കുന്നു. ഇത് വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊരു വാർത്തയല്ലാത്തത് കൊണ്ടോ നടക്കാത്തത് കൊണ്ടോ ആണോ? പക്ഷേ വേറൊരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരേ വാർത്ത കൊടുക്കുക, അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇപ്പം ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീഡിയയും ഞാൻ പ്രതിയാണെന്ന് പറയും. ഞാൻ പ്രതിയല്ല, അവർ പറഞ്ഞു ശരിയല്ല എന്ന് ഒരു മാധ്യമം വേറെ മാധ്യമം പറയില്ല. അതിനുള്ള അതപ്പം എന്താ? ഇതൊക്കെ എങ്ങനെയാ ഇപ്പൊ കാണിക്കങ്ങൾ? അതായത് നിങ്ങൾ എല്ലാവരും ഒരൊറ്റക്കെട്ടാണല്ലോ മാധ്യമങ്ങൾ, ഒരൊറ്റ വാർത്തയെ കൊടുക്കുള്ളൂ. ഇപ്പൊ ഈ പ്രതിക്ക് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ പ്രതി നിരപരാധിയാണെന്ന് പറയുന്നു, ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പത്രങ്ങൾ വെച്ചടിച്ചതാണ്, പുറത്ത് വന്നിട്ടുള്ള കാര്യമാട്ടാ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ മീഡിയയിലും അതേ വാർത്ത അല്ലേ. പക്ഷെ ഇന്ന് ഇങ്ങനത്തെ നിങ്ങളുടെ മാത്രം ഒരു പരിപാടി നടക്കുമ്പോൾ ആ വാർത്ത നിങ്ങളുടെ മാത്രം വേറെ ആരെങ്കിലും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഇടയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല ആക്ച്വലി. അത് ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാലാ പോവുള്ളൂ. ഒത്തൊരുമിച്ച് നിന്നാലാ ഈ വള്ളത്തിൽ പോണവർ ഒത്തൊരുമിച്ച് നിന്നാലാണ് വള്ളം പിടിച്ച് കയറ്റാനും വല പിടിച്ച് കയറ്റാനും പറ്റുള്ളൂ. കടലിൽ നിന്ന് തുഴഞ്ഞു പോയ ആൾ ഞാൻ കയറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ ആൾക്കാരെ വിളിക്കും വാടാ വാടാ എന്ന് കയറ്റണം. അപ്പോൾ അങ്ങനെ ഒത്തൊരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഞാൻ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ മുന്നോട്ട് പോവില്ല സമൂഹം. അതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങളുണ്ടോ? അല്ല, ഞാൻ ഈ ഒറിജിനൽ യഥാർത്ഥമായതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്, ഇതിവിടെ കഴിഞ്ഞു. നാളെ ഇത് ഇവിടുന്ന് പുറത്തിറങ്ങിയ ഞാൻ യഥാർത്ഥമല്ല, ഒറിജിനലും അല്ല. ഇതിപ്പോൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇതിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല. ഷൈൻ ചെറുപ്പത്തിലേ പറഞ്ഞല്ലോ, പഠിക്കുന്ന കാര്യത്തിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷെ നന്നായി വായിക്കുകയെന്ന് തോന്നുന്നില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഇങ്ങനെ കുറെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ? ഈ പുസ്തകം ആദ്യമായിട്ട് പുസ്തകം എഴുതിയ ആളെ ഏത് പുസ്തകം വായിച്ചിട്ടാണ് എഴുതിയത്? പലപ്പോഴും ഷൈൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഭയങ്കര ഫിലോസഫിക്കലായി തോന്നാറുണ്ട്. ഫിലോസഫിക്കലായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ വായനയും പഠനമൊന്നും ഇല്ലാത്ത കാരണമാണ് ആക്ച്വലി. അയാൾ സ്വന്തമായിട്ട് ചിന്തിച്ച് ഇപ്പോൾ ഭൂമി ഉരുണ്ടതാന്ന് പറയുമ്പോൾ നമ്മൾ എന്തർത്ഥത്തിലാണ് ചേട്ടൻ അത് ഉരുണ്ടതാന്ന് വിശ്വസിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ഭൂമിന്റെ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടുണ്ടോ? ഏത് ഫോട്ടോഗ്രാഫ്? സ്പേസിൽ ഈ ഭൂമിയുടെ വലിപ്പം എത്രയാണെന്നറിയോ? ഈ ഗ്ലാസിന്റെ വലിപ്പം എത്രയാണെന്നറിയില്ലേ? ഇതിനെ നമ്മൾ ഗ്ലാസിന്റെ പൂർണ്ണ രൂപത്തിൽ കാണണമെങ്കിൽ ഇത്രയും ഫോക്കസിൽ പോകണം. അതെ. അപ്പൊ ഭൂമിയുടെ പൂർണ്ണ രൂപത്തിൽ പോകണമെങ്കിൽ എത്ര ബാക്കിലേക്ക് പോകണം? നമ്മള് ഒരുപാട് അത്രയും ബാക്കിലേക്ക് ഒരു ക്യാമറ പോയ ഭൂമിനെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി അമേരിക്ക കാണണ്ടേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ തമ്പാനൂര് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും ദൂരത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണ ഒരു ക്യാമറ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ല, അത് നല്ല സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ തൊട്ട് മുകളിലുള്ള സംഭവം. അതെ. ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രനിൽ ആര് പോയിരുന്നു? ചന്ദ്രനില് നമുക്ക് ഭൂമി റൗണ്ട് ആണെങ്കിൽ ഭൂമിനെ വലം വെച്ച ഒരു ഫ്ലൈറ്റ് പോലും ഇതുവരെ പോയിട്ടില്ല. പോയിട്ടില്ല. ഇല്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് പെട്ടെന്ന് എത്തിയേനെ. നോക്കിയിട്ടുണ്ട് ഗ്ലോബ് ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്ന ഗ്ലോബ്, അതിങ്ങനെ റൗണ്ടിലാക്കുമ്പോൾ
ഈ അറ്റത്തും അമേരിക്കയും ചൈനയാണല്ലോ. പക്ഷേ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോയി കണ്ട രാജ്യങ്ങൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ ഫ്ലൈറ്റ് പോകുള്ളൂ. റൗണ്ടാണെങ്കിൽ ഇങ്ങനെ പോകണ്ടേ? അത് ശരി. അപ്പോൾ ഇത് ഗ്ലോബൽ അല്ലാന്ന് നമുക്ക് സംശയിക്കാനുള്ള കാരണം ഉണ്ടല്ലോ. അറിയില്ല, എനിക്കും അറിയില്ല. നമ്മൾ പറയുന്നത് വിശ്വസിക്കണം, ആൾക്കാർ പറയുന്ന. ഒരിക്കൽ ഒരു മാധ്യമനും ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചു, ഭൂമി ഉരുണ്ടതല്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനിങ്ങനെ കാരണങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വാർത്ത ഒന്നും എങ്ങനെയാണെന്ന് അറിയോ? ഷൈൻ പറഞ്ഞു ഭൂമി ഉരുണ്ടതല്ല, ഭൂമി പരന്നതാണെന്ന്. അതിലെന്തെങ്കിലും ഏഡ് ചെയ്തിട്ടുണ്ടോ അവര്? ഇല്ല, പരന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. ഉരുണ്ടതല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ, പക്ഷെ വാർത്ത വരുമ്പോൾ പരന്നതാണെന്ന് ഞാൻ പറഞ്ഞു. തെറ്റായ ശരി. അതായത് ഉരുണ്ടതല്ലെങ്കിൽ പിന്നെ പരന്നതാ. അത് തെറ്റാണ്. അത് ശരി. അത് തെറ്റല്ലേ? തെറ്റ്. ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇവര്. ആ തെറ്റായിട്ടല്ല, അതവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും ഇവർ കുട്ടികളല്ലേ. കാരണം അവർ വായിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അറിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള പല ടെക്നിക്കുകളും തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കാനുള്ള ടെക്നിക്കുകളാണ് കൂടുതലും പുറത്തു തരിക. സ്വതന്ത്രമായ ചിന്ത നമുക്കില്ല. സ്വതന്ത്രമായ ചോദ്യങ്ങളാണ് ഇത് നോക്കേണ്ട കാര്യമില്ല. ഈ ഉത്തരം പറയുന്ന ആൾ ഒരിക്കലും നോക്കിയല്ല വായിക്കുന്നത്. അത് അല്ല, ഞാൻ ചിന്തിക്കാനാണ് പറയുന്നത്. ഏറ്റവും വലിയ ശക്തി ഒരാളുടെ സ്വതന്ത്രമായ ചിന്താഗതിയാണ്. ഇവിടെ ഒരാൾ സ്വതന്ത്രമായി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ? എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയുമോ? ഈ കണ്ട യുദ്ധമൊന്നും ചെയ്തിട്ടല്ല. ഇവിടെ ഉപ്പിന് കരമടയ്ക്കണമെന്ന് പറഞ്ഞു. ഉപ്പിന് കരം, അതാണ് ആര് കുടുങ്ങിയൊരു സംഭവം. അപ്പോൾ കുറേ ഭാഗത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഇല്ല ഞാൻ കരടക്കില്ല, ശക്തമായി തീർക്കും. അപ്പോൾ വേറെ മച്ചാരിങ്ങനെ ആലോചിച്ചു, ഉപ്പിന് കരം, എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഉപ്പിന് ഞാൻ അവർക്ക് കരം കൊടുക്കണം. അതൊരു ചിന്തയാണ്, അല്ലേ? ഈ ചിന്ത എല്ലാവരിലും ടക്ടക്ടൊന്ന് കത്തി. ഇതിന് അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം ഇംഗ്ലണ്ടിൽ നിന്നൊന്നും ഒരു ഇവിടെ ഉണ്ടാകുന്ന ഉപ്പിന് അവർക്ക് കരം കൊടുക്കണം, ഇന്ത്യക്കാരെ. അതാണ് ഒരു ചിന്ത, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞത്. ഈ സ്വതന്ത്ര ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുരുത്തം കെട്ടവനായിരിക്കണം. കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന പയ്യനായിരിക്കണം ചെറുപ്പത്തിലെ. സ്വതന്ത്ര ചിന്ത, അതായത് അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോവാൻ, അല്ലേ? അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാത്തവന് സ്വന്തമായിട്ട് ചിന്തയൊന്നും ഇല്ല. ആക്ച്വലി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ഏത് ഈ കുരുത്തം കെട്ടവനെ. കാരണം വളരെ നല്ല ചീത്തപ്പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ചീത്തപ്പേര്. ഷൈൻ ചെറുപ്പത്തിൽ വളരെ കുരുത്തം കെട്ട പയ്യനായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അമ്മ എന്തായാലും പറയും, ഒരിക്കലും അരി പറയാൻ വഴിയില്ല. ഞാൻ അതിന് ശക്തമായിട്ട് പറയും ഞാൻ കുരുത്തം കെട്ടവനാണ്. ഈ കുരുത്തം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗുരുത്വമാണോ കുരുത്വമാണോ? അതെ, ഗുരുത്വമാണോ കുരുത്വമാണോ? ഗുരുത്വം. കുരുത്തം കെട്ടവനല്ലേ? ഗുരുത്വം കെട്ടവനല്ല. യൂസേജ് കൊണ്ട് കുരുത്തം. അങ്ങനെയാണോ? കുരുത്തം അതാണോ? ഗുരുത്വം. കുരുത്തം കെട്ടവന് പക്ഷെ ഗുരുത്വം ഉണ്ടാവും. അവൻ ഗുരുവിൻ്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കില്ല, പക്ഷെ വീട്ടിൽ കാണിക്കും. കാരണം അവന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഏരിയ അവിടെയാണ്. പക്ഷെ മമ്മി പറയും നീ മോശമാണെന്ന് പറയരുതെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് മോശമാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോശമായ വസ്തുവിനെ ഒരാൾക്ക് മോശമാക്കാൻ പറ്റില്ല. അയാൾക്ക് നന്നാവാൻ അവസരം, അല്ലേ? നന്നായിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മോശമാവാം. ഈ നന്നായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. എപ്പോഴെങ്കിലും മോശമാവും. കാരണം ഒരു മെസ്സേജ് മതിയില്ലേ, അല്ലേ? മെസ്സേജ് ചെയ്യുന്നത് മോശം പരിപാടിയല്ല ആക്ച്വലി, അല്ലേ? മെസ്സേജ് ഒരു ഓപ്ഷൻ മാത്രമാണ്. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അവർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാം. മെസ്സേജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയല്ല, അത് ഈ ടെക്നോളജിയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ്, അല്ലേ? മെസ്സേജ് ചെയ്തു എന്നുള്ള പേരിലൊക്കെ നാശമാവുന്ന ആളുകളുണ്ട്. അത് പക്ഷേ നാശമാക്കുന്ന ആളുകളാണ് ആക്ച്വലി. ശരിക്കും അത് നാശമാവുന്നില്ല. ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ നാശമാകുന്നത്. മെസ്സേജിനെ കുറിച്ച് പുറത്ത് സംസാരിക്കാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അത് പേഴ്സണൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടക്കുന്നത്. അല്ലെങ്കിൽ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റണത്. അപ്പം നമ്മൾ ഒരാൾക്ക് രഹസ്യമായിട്ട് അയക്കുന്ന മെസ്സേജ് പുറത്ത് പറയുന്നതാണ് ഏറ്റവും മോശത്തരം. ഈ മെസ്സേജ് കൂടെ അയാൾ അറ്റാക്ക് കയറി പിടിക്കുന്നില്ലല്ലോ,
മെസ്സേജ് വായിക്കാം അല്ലെങ്കിൽ വിട്ടിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്. ഈ ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്കല്ലേ ആദ്യം കേസ് കൊടുക്കേണ്ടത്. എന്തിനാ മെസ്സേജ് വെച്ചിരിക്കണേ? അടുത്ത ചോദ്യം ഉണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ മതിയാ. സുഹൃത്തുക്കളുണ്ടോ? അല്ല, ചെറുപ്പത്തിലെ കുരുത്തക്കേട്. അതെ അതിനെ പറ്റിയാ പറഞ്ഞു വരുന്നത് നമ്മൾ. എന്തെങ്കിലും ചെറുപ്പത്തിലെ കുരുത്തക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഉറുമ്പും കൂട്ടം ഉണ്ടാവില്ല, ചെറിയ ഉറുമ്പുകൾ കൂട്ടം. അത് നമ്മൾ എപ്പോഴെങ്കിലും കടിയേറ്റിട്ടുണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മുടെ താഴെയുള്ള പിള്ളേരെ, നമ്മൾ വിളിച്ചാൽ വരുന്ന പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടു നിർത്തും. ഉറുമ്പ് കൂട്ടത്തിലായിരിക്കും. ഉറുമ്പ് കയറി കടിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അറിയുള്ളൂ. എന്നിട്ട് അവൻ്റെ അവിടെ കടിച്ച് ഇതൊരു കുരുത്തക്കേട്. ഇതിന് അടി കിട്ടൂട്ടോ. അടി കിട്ടുമ്പോൾ എന്ത് മനസ്സിലാവും? ഇങ്ങനെ ചെയ്യരുത് മനസ്സിലാവും. പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെ ഈ ചവിട്ടുപടിയുടെ അറ്റത്ത് കൊണ്ടുവന്ന് തള്ളി ഇടുക. 2-3 സ്റ്റെപ്പ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിയും കിട്ടും. പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മ പറയൂലേ ചെയ്തത്? അമ്മ പറയുക ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം അടിയാ. അമ്മ പഠിപ്പിച്ചില്ലേ സ്കൂളിൽ? അമ്മ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. അതാണ് ചോദിച്ചേ. ഇല്ല, അമ്മ ഇനി ടീച്ചർ അല്ലെങ്കിലും ടീച്ചറാണെങ്കിലും എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും കുട്ടികളുടെ ടീച്ചറാണ് അല്ലേ? അതെ. അവൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്, അവൻ്റെ ഡോക്ടറാണ് അല്ലേ? അവൻ്റെ കുക്കാണ്, അവൻ്റെ ടേക്ക് കെയറാണ്. എല്ലാം അറിയുന്നതാണ് അമ്മ. ചില കുട്ടികൾ പറയണ അമ്മ ഹൗസ് വൈഫാ. ഇത് ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലി. ഇതിലും വലിയൊരു ജോലിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അടുത്തൊരു വിവാഹത്തിനും മുതിരാത്തത്. കാരണം വേറൊരാൾ ഇത്രയും വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ പുറത്ത് ചില്ല് ചെയ്ത് നടന്നിട്ട് എന്താ കാര്യം അല്ലേ? ശരിയാണ്, പക്ഷേ പുറമേക്ക് തെറ്റാത്. ഞാൻ വളരെ വലിയൊരു തെറ്റാണ്. കാരണം വലിയ തെറ്റാകുമ്പോഴാണ് ശരിയാവുള്ളൂ. കറക്റ്റായിട്ട് ശരിയാവുന്നല്ല, ഞാൻ തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? അതാണ് ഈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ. എന്നാലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റിയാണ് ഞാൻ പുറത്ത് കാണിക്കുള്ളൂ. മുഴുവൻ ഉള്ളൊരു ഒറിജിനാലിറ്റി കാണിക്കില്ല. കാരണം അത് നുണ പറയുന്നതല്ല ആക്ച്വലി. അതൊക്കെ സീക്രട്സാണ്. സീക്രട്സ്. അത് എന്നിൽ തന്നെ നിൽക്കണം. പേരുകൾ, വ്യക്തികൾ, അതൊന്നും പറയരുത്. നമ്മൾ വേണമെങ്കിൽ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാം, സംഭവത്തെ ചൂണ്ടിക്കാണിക്കാം. സംഭവത്തിൽപ്പെട്ടവരെയോ പ്രശ്നക്കാരിയെ ചൂണ്ടിക്കാണിക്കരുത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രശ്നക്കാരനെയാണ് കൂടുതൽ, അല്ലെങ്കിൽ പ്രശ്നക്കാരിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ കൊച്ചിനെ ആക്ച്വലി ജയിലിൽ അടച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചിനെ? ഒരു പെൺകൊച്ചിനെ അല്ലേ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി ആ കൊച്ച് വളർന്നു വരുന്നൊരു സമൂഹത്തിൽ, കാലഘട്ടത്തിൽ ആ കൊച്ച് കണ്ടിട്ടുള്ള ചില മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ. അല്ലെങ്കിൽ ആ കൊച്ചിനെങ്ങനെ ആ ഐഡിയ കിട്ടും? ഇങ്ങനെ ചെയ്ത് തെറ്റായ ഒരു വാർത്ത കൊടുത്ത് ആൾക്കാരെ തിരിച്ചരിപ്പിക്കാം. വീണ്ടും അതിലേക്ക് എത്തി. അല്ല, അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തെറ്റായ വാർത്തയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ചേട്ടനെ കുറിച്ച് ഒരാൾ തെറ്റായ വാർത്ത കൊടുത്താൽ ചേട്ടൻ പോയി ആത്മഹത്യ ചെയ്യോ? ഇല്ല. ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നാണോ തലമുറയോട് നമ്മൾ പറയേണ്ടത്? ഇല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ലല്ലോ. പറയരുത്. നമ്മളെപ്പോഴും ഒരാളെ കൊല്ലാം, എന്നാലും സ്വയം കൊല്ലരുതെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഞാൻ നാളെ പോയി ചേട്ടൻ കൊന്നോന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സ്വയം കൊല്ലുന്നത് ഏറ്റവും വലിയ പാവമാണ്. അതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റേ പിന്നെ ക്ഷമ കിട്ടും. ഇത് ആര് ക്ഷമിക്കും? അപ്പോൾ ആ കൊച്ചിനെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പാഠം എന്താ? നിങ്ങളെപ്പോഴെങ്കിലും അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാം. പൂർണ്ണ സപ്പോർട്ടുണ്ട്. അങ്ങനെയാണോ? ഇതിൽ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? ആക്ച്വലി ആ കൊച്ചു പറഞ്ഞത് ഒരാളുടെ കാര്യം. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ എനിക്ക് ഡെയിലി കാണാം. വലിയ വലിയ ആളുകൾ ചെയ്യുന്നത്, തകർക്കുന്നത്. അവരൊക്കെ ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ പറഞ്ഞ വാർത്ത കൊടുത്തവർ പ്രതികൂട്ടിലാവാത്തത് അല്ലേ? അല്ലെങ്കിൽ എന്ന് പ്രതികൂട്ടിലായാൽ. ആക്ച്വലി ഇവരൊക്കെ പ്രതികൂട്ടിലാണ്. വരുന്ന തലമുറ, ഞാനല്ല തലമുറ. എനിക്ക് 43 വയസ്സായി. ഞാനിപ്പോഴും പറഞ്ഞു 43 വയസ്സായി, എൻ്റെ പിന്നാലെ കിടന്ന് എന്തിനാ ഓടണമെന്ന്. എൻ്റെ പിന്നാലെ വരുന്ന പിള്ളേരിതൊക്കെ ആലോചിക്കുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആ നിന്ന് ഇപ്പോൾ ഒരു ഭൂമിയിലേക്ക് താന്നു പോകുക നല്ലത്.
മനസ്സിലായ? അടുത്ത ചോദ്യം. അമ്മയെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു കഴിഞ്ഞു. അമ്മ അച്ഛനെ കുറിച്ചിട്ടാണ് എൻ്റെ ചോദ്യം. അച്ഛനെ ഒരു കുറിച്ച് അമ്മ കാലത്ത് എന്നോട് ഒരു ഒരുപാട് കാലത്ത് ഷൈനിന് ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഷൈനിൻ്റെ കുറച്ച് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു കവർ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു. അച്ഛനായിരുന്നു ഒരു ഷൈൻ്റെ ഒരു മാനേജറുടെ റോള് വരെ നിർവഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഘട്ടം. എപ്പോഴും അച്ഛൻ ഷൈൻ്റെ കാര്യങ്ങൾക്കൊപ്പം നിന്ന ഒരാളാണ്. അപ്പം അച്ഛൻ്റെ ഒരു വേർപാട് വളരെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അത് ശരിക്കും ഷൈനിനെ വല്ലാതെ വേദനിപ്പിക്കും. മറ്റു ആൾക്കാരുടെ അത് അച്ഛനമ്മ സിബ്ലിങ്സിൻ്റെ വേർപാടുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അച്ഛനമ്മയൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന, അതെ, ഞാൻ കാണുന്ന ഓർമ്മ വയ്ക്കുന്ന സമയത്തെ അവരെൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും ഉണ്ടാവും. ഇത് എപ്പോഴും നമ്മുടെ അടുത്തിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ചില ഭയപ്പാടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ, ഇവർ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അത് ഭയങ്കര പെയിനായിരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്തിരുന്നിട്ട് ഒന്ന് പോലും വിളിക്കാതെ പോകുന്നു. കാരണം എപ്പോഴും ധൃതി കൂട്ടിയിരുന്നത് ഡാഡിയായിരുന്നു. ഇപ്പോൾ റെഡിയോ ആവുന്നുണ്ട് വീട്ടിൽ. ഇപ്പം അമ്മാവൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോകും. അമ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ റെഡിയോ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് പള്ളിയിൽ പോകും, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക്. എല്ലാത്തിനും ധൃതി കൂട്ടിയിരുന്ന അന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ ആ ധൃതി ഉണ്ടായിട്ടില്ല. ആ യാത്ര അവിടെ എത്തിയെന്നോ അതോ നമ്മളിങ്ങനെ എത്തി ഇങ്ങനൊരവസ്ഥയിലാണ് ചെന്നതെന്നോ ഒന്നും അറിയില്ല പുള്ളി. അത് പലപ്പോഴും ഞാനിപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ റോട്ടിലൊക്കെ ഇറങ്ങി നടക്കുന്ന സ്വഭാവമുള്ള ആളാണ്. പലപ്പോഴും ഡാഡിയിലെ ചായയുള്ള ചില രൂപങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നും. സ്വപ്നങ്ങളിൽ പലതും നമ്മൾ കാണുന്ന സമയത്ത് ഈ മരിച്ച ഇതുകൊണ്ട് ആണെന്ന് അറിയില്ല, ബോധം എന്നാണല്ലോ ഉണ്ടാവുന്നത്. ഡാഡി പലപ്പോഴും സ്വപ്നങ്ങളിലും വരാറില്ല. ചില സമയങ്ങളിൽ വന്നിട്ട് പെട്ടെന്ന് പോകും, ചില സിറ്റുവേഷൻസിൽ മാത്രം. അപ്പോൾ ഞാൻ ആലോചിക്കും, മരിച്ചു കഴിഞ്ഞു എന്നെങ്ങനെയാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ബോധത്തിന് മനസ്സിലാവുന്നത്? ആക്ച്വലി അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണരുന്നതിന് മുന്നേ ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കാണുന്ന വിഷ്വൽസ് ആണെന്ന് പറയാം. അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമുക്കിങ്ങനെ തോട്ട്സ് വരുമല്ലോ. ഈ തോട്ട്സാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സ്വപ്നങ്ങളായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ സ്വപ്നത്തിൽ വന്നു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്ന ഒരു ചാൻസും ഇല്ല. കാരണം പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണല്ലോ ഡാഡി പോയിട്ടുള്ളത്. നമ്മളൊക്കെ ദൈവവിശ്വാസികളായതുകൊണ്ടും മരിക്കാനും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനും പെട്ടെന്ന് പോകാനും ഒരു മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ആക്ച്വലി ദൈവവിശ്വാസികൾ അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്, മരിച്ചു വേഗം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. പക്ഷേ ശരിക്കുമുള്ള വിശ്വാസി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ മരിച്ചു പോവുക എന്ന് പറയുന്നതിൽ സമാധാനം കണ്ടെത്തുന്നത് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുത്താണല്ലോ പോകണം, അല്ലാതെ അമേരിക്കയിലേക്കും അല്ലെങ്കിൽ ഈ തായ്ലൻഡിലേക്കൊന്നും അല്ലല്ലോ. അച്ഛനും അമ്മയും വിശ്വാസികളായിരുന്നു ശരിക്കും. നല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവിശ്വാസികളായിരുന്നു. ദൈവവിശ്വാസികൾ. ഈ ദൈവം അതാണ് പറഞ്ഞത്. ഈ ദൈവവിശ്വാസം എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഷൈൻ്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ് ഷൈൻ? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിലിരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യൻ്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോൾ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോൾ ആനയാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? നമ്മളുടെ ഇപ്പോൾ ഏത് രൂപത്തിലാണോ ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ദൈവവിശ്വാസികളാണോ ചേട്ടൻ? ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല, അതാണോ? ഇല്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ, ഇഷ്ടദൈവത്തിൻ്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കഴിയും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? അതെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക.
അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നന്നായി ജീവിച്ചാൽ കുറേ കാലം ഇവിടെ ജീവിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെപ്പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവർ. മോശമാണോ അതിന് ഷൈൻ ടോം? മോശമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോശം, എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പം പിന്നെ എന്താ പ്രശ്നത്തില് എല്ലാ കേസും സോൾവ്ഡ്. എനിക്കങ്ങനെ നമ്മൾ ഇപ്പം എന്നോട് പറയും, നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നതെന്ന്. ശരീരം കേടായാൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താം. ശരിക്കും ദൈവവിശ്വാസികൾ ആരാ? അതായത് ഡെയിലി നന്നായി ജീവിച്ച് ഹെൽത്തൊക്കെ നോക്കി ദൈവത്തിൻ്റെ അടുത്ത്, ദൈവമേ എനിക്ക് നല്ലെല്ലാം തരണേ, അനുഗ്രഹങ്ങൾ തരണേ, ആയുസ് തരണേ. എടാ നിനക്ക് ആയുസ് വേണം, അപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യുക നമ്മൾ? അയ്യോ അത് വേണം, ദൈവം അവിടെ ഇരുന്നോ, ഞാൻ അവിടെ ഇരുന്നോളാം അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം അല്ലേ? അതെ. അപ്പോൾ ആ വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി എല്ലാം പറ്റിപ്പല്ലേ അല്ലേ? ദൈവത്തിനെ പറ്റിക്കല്ലേ, മറ്റൊരാളെ പറ്റിക്കല്ലേ? ഇപ്പം എല്ലാ ദിവസവും നല്ല ദൈവത്തിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ആക്ച്വലി അയാളെയും ദൈവത്തെയും സമൂഹത്തെയും എല്ലാം പറ്റിക്കുകയാണ്. അയാൾക്ക് ദൈവവിശ്വാസമുണ്ടെന്നും ദൈവത്തിൽ സ്നേഹമുണ്ടെന്നും നിത്യമായി ജീവനുണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് എത്തുമെന്നും അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് മരിക്കാൻ ഭയം അല്ലേ? അത് ശരിയാണ്. അപ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ ബോഡി വിട്ടു പോയാൽ നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ബോഡി പോയാൽ എന്താ അവസ്ഥ? കാരണം ഞാൻ ഭൂമിയിൽ ജനിച്ച ദിവസത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ തലേദിവസം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് ബോധം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണല്ലോ നമ്മുടെ ഭൂമി. ജീവിതത്തിൽ കുറേ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും. കയറ്റിറക്കങ്ങൾ, യെസ്. ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്ന നേട്ടങ്ങളും വിജയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഷൈനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നല്ല ആളുകൾക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കാം, അതല്ല ഉണ്ടായോ എന്നുള്ളതല്ല, ആ സമയത്ത് കൂടെ നിർത്തുന്ന നല്ല സുഹൃത്തുക്കൾ ഷൈനുണ്ടോ? നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ലതാ. അതെ. ആക്ച്വലി അത് മറ്റൊരാൾക്കാണ് അത് മോശം സുഹൃത്തുക്കളാവുന്നത് അല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ വന്ന സമയത്ത് ഭൂമിയിലുള്ള ആളുകളായിട്ടല്ലേ നമുക്ക് കൂട്ടുകൂടാൻ പറ്റുള്ളൂ. ഇതിൽ നല്ലതും ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ആക്ച്വലി നമ്മൾ ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് നല്ല ആളുകളായിട്ട് കച്ചവടം ചെയ്യാം. ഇതിപ്പോൾ ആക്ച്വലി ആർക്കാ വെള്ളം? ആരാ വെള്ളം കുടിക്കുന്നത്? അല്ലേ? ഞാനാണ് കുടിക്കുന്നത്. ഞാൻ തന്നെ. അല്ലല്ല, നിങ്ങൾ തുള്ളി പോലും വെള്ളം കുടിച്ചില്ല. ഞാൻ പറയണത് ആക്ച്വലി ഈ വെള്ളമല്ല ആ വെള്ളം കുടി. ഞാൻ വെള്ളം കുടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെള്ളം കുടിക്കാറില്ല. ആക്ച്വലി മമ്മി കണ്ടോട്ടെ ഞാൻ വെള്ളം കുടിക്കുന്നതെന്ന്. ഞാൻ വെള്ളം കുടിക്കണണ്ട, ഭക്ഷണം കഴിക്കണണ്ട, മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങനെ വലിയ പണിയെടുക്കുക, ഓടി നടക്കുക, അല്ലെങ്കിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ ടയേർഡാവുക, അല്ലെങ്കിൽ കിടന്ന് ഓടുക എന്നൊക്കെ പറയുന്നത് ഏതൊരമ്മയ്ക്കും, അവർ ഭക്ഷണം കഴിക്കുക നന്നായിട്ട്, അല്ലെങ്കിൽ നന്നായി തടിച്ചിരിക്കുക, എന്നൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടെ നിന്ന് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കച്ചവടം ഉണ്ടെങ്കിൽ, നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ, നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും ആളുകളുണ്ടാവും, കൂടെ നിൽക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ചും ഭൂമിക്ക് വേണ്ടതും ലോകത്തിന് വേണ്ടതും സൊസൈറ്റിക്ക് വേണ്ടതും ചെറുപ്പമാണ് അല്ലേ? ചെറുപ്രായം, യങ് ബ്ലഡ്. ആ കാലഘട്ടത്തിൽ മാക്സിമം നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ആ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്, പിന്നീടുള്ള കാലത്ത് നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആൾക്കാരെ നമ്മൾ ടാക്ടിക്സിൽ ഉണ്ടാക്കണം. അപ്പോൾ ആ കാലം കഴിഞ്ഞാൽ നമ്മളെ പട്ടണങ്ങൾ പുറത്തു വിടും. നമ്മൾ സിനിമയെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഇതൊക്കെ സിനിമയെ കുറിച്ചാണ് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട്. പക്ഷെ നമ്മൾ വഴിമാറി പല വഴിക്ക് പോയിട്ടില്ല. പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ 83 ജനിച്ചൊരു പയ്യനാണല്ലോ. അപ്പോൾ സിനിമ മാത്രമായിരുന്നു അന്ന് ഏക മാധ്യമം. അന്ന് ചാനലുകളില്ല. അന്ന് അരമണിക്കൂർ വാർത്തയാണ് ഉണ്ടായിരുന്നത്. ആ കൂടിയിട്ട് ഇന്ന് 6 ഡസനോളം വാർത്താ ചാനലുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച പുതിയത് വരണം തുടങ്ങും. സിനിമാ വ്യവസായത്തിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് എല്ലാ ചാനലുകളും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല അത് സിനിമ ഒരു വളരെ
സ്ട്രോങ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മൾ. ഇനിയിപ്പോൾ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയാം. ഈ ഏഷ്യാനെറ്റ് എന്നാ തുടങ്ങുന്നത് 92 അറിയില്ല, 92 എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി വധം അസാസിനേഷൻ നടക്കുന്നത് 91. ഏതാ വർഷം ജനിച്ചത്? ഞാനോ അത് പറയണോ? പറയണേ, വളരെയധികം പറയണം. 1972. ഈ 72 എന്ന് പറഞ്ഞാൽ 92 മുന്നെയാണ്. അതെ, നിങ്ങളൊരു ജേർണലിസ്റ്റ് അല്ലേ കഴിഞ്ഞ? അതെ അതെ. അപ്പോൾ ഏഷ്യാനെറ്റ് തുടങ്ങുന്നത് 92-ലാണ്. അതെ, 92 ആദ്യമായിട്ട് ദൂരദർശനത്തിന് പുറമെ DD4-ന് പുറമെ ഒരു ചാനൽ മലയാളികൾ കാണാൻ തുടങ്ങുന്നത്. അന്ന് എന്താണ് ഏഷ്യാനെറ്റ് കാണിച്ചിരുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ബാക്കിയുള്ള ഒരു സിനിമ 2 നേരം കാണിക്കും. പിന്നെ ബാക്കിയുള്ള സമയം മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അന്ന് അതിനുള്ള സൗകര്യമല്ലേ ഉള്ളൂ നമുക്ക്. അതിനുള്ള സൗകര്യമുള്ളൂ. ഇന്ന് സാങ്കേതിക വിദ്യ വല്ലാതെ അതല്ല ഞാൻ പറഞ്ഞ പരിപാടികൾ, മെറ്റീരിയൽസ് സിനിമയുടെ മെറ്റീരിയൽസ് തന്നെയല്ലേ. അതെ, ഇപ്പം ന്യൂസ് ചാനലുകളും സിനിമയുടെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഷൈനെ പോലെ, ഷൈൻ ഇപ്പം പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ സിനിമയാണ് ഏറെ വല്ലാതെ സ്വാധീനിച്ചു. അതേപോലെ എല്ലാ ആളുകളും സ്വാധീനിക്കുന്നുണ്ട്. സിനിമയുടെ മെറ്റീരിയൽസ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കുന്നത് സിനിമയുടെ മെറ്റീരിയൽസാണ്. നമുക്ക് എല്ലാ കാലത്തും ഭയങ്കര സൊസൈറ്റീനെ പറ്റിയും അല്ലെങ്കിൽ പൊളിറ്റിക്സും പറഞ്ഞുകൊണ്ടിരുന്ന ആരും കാണില്ല. ഇനിയിപ്പോൾ വാർത്ത തന്നെ സിനിമാ താരങ്ങളുടെ വാർത്തയ്ക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ അല്ലേ. ഇപ്പം ഞാൻ ജോയിൻ്റ് വലിക്കുന്നു, എന്നെ പിടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അത്ര രസമൊന്നുമില്ല വേറെ പരിപാടികൾക്ക് അല്ലേ. അപ്പം അതിനാണെങ്കിലും സിനിമ ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സിനിമാ വ്യവസായം അങ്ങനെ തന്നെ നിർത്തണം നമ്മൾ. അതിനെ തകർക്കാൻ നോക്കരുത്. ഇല്ലല്ലോ, തകർക്കാനുള്ള ശ്രമം എവിടെ നിന്നും. പലപ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും സിനിമാ വ്യവസായത്തിന് ഇത്രയും നഷ്ടം, ഇത്രയും കോടി നഷ്ടം എന്ന് പറയുന്ന വാർത്ത എന്തിനാ എല്ലാവരും ഇത്ര പേരെ കൊടുക്കണം? നിങ്ങളുടെ ചാനലിലെല്ലാം കച്ചവടത്തിന് നഷ്ടം കൊണ്ട് അങ്ങനെ വാർത്ത കൊടുക്കാറുണ്ട് വേറെ ഏതെങ്കിലും വ്യവസായം? അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായി. അതൊക്കെ ശരിയാണെന്ന് അന്വേഷിക്കാറുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അന്വേഷണ ജേർണലിസം ഇല്ല. ആക്ച്വലി അവര് പറയുന്നത് ഇവിടെ പറയാ, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അങ്ങനെ കാണരുത്, അങ്ങനെ പറയാം. അല്ലാതെ ഇത്രയും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ ഇൻഡസ്ട്രിക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിനിമ പരാജയമാവണമെങ്കിലും അത് മെറ്റീരിയൽ എന്ന രീതിയിൽ വിജയമല്ലേ, ദീർഘകാലം നിലനിൽക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിലും ആ വാർത്തക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടല്ലോ അല്ലേ. നിരൂപകർ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു മോശം പടം ഇറങ്ങുമ്പോഴാണ് അല്ലേ. നല്ലത് പറഞ്ഞിട്ടല്ല റീച്ച്. എൻ്റെ അടുത്ത് അന്ന് കൊക്കൈൻ കേസിൽ പിടിച്ച സമയത്ത് ഒരു പോലീസുകാരൻ പറയാം, ഇനി അച്ചടി കയറ്റായിരിക്കും, കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയില്ലേന്ന് പോലീസുകാരൻ ചോദിച്ചു. ആ, കൂടുതലുള്ള ആൾ പറയും ഇനിയിപ്പോൾ എല്ലാ പത്രത്തിലും വരും, വലിയ ഹിറ്റാവുന്നു കൂടുതൽ. നമുക്ക് അന്നത്ര രസം തോന്നിയില്ല. പക്ഷെ അത് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ ഇഷ്കിലും വോൾഫിലൊക്കെ ഉള്ള പോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറുകൾ അതിമനോഹരമായിട്ട് ഷൈൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ മോശം ഇമേജിനെ കുറിച്ചിട്ടൊരു ഇത് തോന്നുമോ? കാരണം എല്ലാവരും എനിക്കാ ഇമേജിനെ കുറിച്ച് നിങ്ങൾ എന്താണ് എൻ്റെ ഒരു ഇമേജിനെ പറ്റി വിചാരിച്ചിട്ടുള്ളത്? ഒരു നല്ല നടൻ എന്നുള്ള നല്ല നടൻ അല്ല എൻ്റെ ഇമേജ് ഒരിക്കലും. ഞാനിപ്പം ഷൈനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഷൈന് ചരിത്രത്തെക്കുറിച്ചും പഴയ കാലഘട്ടത്തെക്കുറിച്ചിട്ടും എല്ലാം തന്നെ നല്ല ധാരണ, നല്ല വ്യക്തിയാണ്, നല്ല ധാരണയുള്ള ഒരു മനുഷ്യൻ, നല്ല വ്യക്തി എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പറ്റില്ല കൃത്യം. അപ്പം എനിക്ക് അതിനേക്കാളും കൂടുതൽ അറിയാം ഞാൻ നല്ലൊരു ഇമേജ് അല്ല എനിക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊരു മോശം ഇമേജ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. കാരണം മോശം ഇമേജ് അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് വിചാരിച്ച് ഉണ്ടാക്കിയതൊന്നല്ല ആ കേസ്. ഞാൻ അങ്ങനെ കേസൊന്നും ഉണ്ടാക്കില്ല. മോശം ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞു ജീവിതത്തിലെ. ഈ നനഞ്ഞാൽ പിന്നെ കുളിച്ചങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ ഒന്നിനും പേടിക്കണ്ടില്ല ആക്ച്വലി. കാരണം മോശമായതിനെ ഒരിക്കലും നമുക്ക് മോശമാക്കാൻ പറ്റില്ല. ആകെ മുങ്ങിയ കുളിരില്ല എന്നും പറയും. കുളിര് ഉണ്ടോയെന്ന് അറിയാം, അത് കുളിക്കുന്ന സമയത്തനുസരിച്ചിരിക്കും. ഇപ്പോൾ രാവിലെയാണ് കുളിക്കണമെങ്കിൽ നല്ല കുളിരുണ്ടാവും, ഉച്ചയ്ക്കാണ് കുളിക്കണമെങ്കിൽ നല്ല സുഖമായിരിക്കും. ഇപ്പം രാത്രിയും കുറച്ച്. ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൽ ഒരു ഭയങ്കര ഒരു ഭയങ്കര അട്രാക്റ്റീവായൊരു ഡാൻസ് ഉണ്ട്, ഒരു സ്റ്റെപ്പ്, ഒരിട്ട സ്റ്റെപ്പുള്ളൂ. അത് അശ്ലീലത നിറഞ്ഞൊരു സ്റ്റെപ്പാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടം, എല്ലാവർക്കും ഈ പറയണ അശ്ലീലത ഞാൻ ഒരിക്കലും പറയില്ലടാ. നമ്മൾ ഈ സെക്സിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ സെക്സ് ഈസ് അശ്ലീലത അല്ലേ? ആണോ? അല്ല, സെക്സ് എന്താണ് പിന്നെ? ദൈവീകമാണോ?
അതൊരു മനുഷ്യന്റെ ഒരു കർമ്മങ്ങളിലോ മനുഷ്യന്റെ കർമ്മങ്ങളല്ല, മനുഷ്യനുണ്ടായത് തന്നെ സെക്സിൽ നിന്നാണ്, അത് ഉറപ്പാണ്. അല്ലേ? അപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടും കാണേണ്ട ഒരു പ്രവൃത്തിയാണ് ഏത് ഈ നമ്മൾ അശ്ലീലത എന്ന് പറയുന്നത് ആക്ച്വലി, അല്ലേ? എനിക്ക് കുറച്ച് സെക്ഷൽ തോട്ട്സ് കൂടുതലാണ്, അല്ലെങ്കിൽ അവന് കുറച്ച് കോഴിത്തരം കൂടുതലാണ്, അല്ലെങ്കിൽ അവൻ ഇത്തിരി ഇത് കൂടുതലാണെന്ന് പറയാൻ മോശമായിട്ടല്ലോ ഒരാളെ പറ്റി പറയാ, അല്ലേ? ആണോ? അതാ ഇതാണ് ഏറ്റവും വലിയ മോശം. അതല്ല ഷൈൻ എന്താ വെച്ചാലേ കുറേ നേരമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഷൈൻ ഉത്തരം പറയുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? തിരിച്ചു വേണം നല്ല പറയുന്നത്. നമ്മളെ ഓഡിയൻസ് ഉണ്ട്, അവർക്ക് അവർക്കും കൂടിയുള്ളതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ അവർ കുറച്ച് നിങ്ങൾക്കും കൂടിയുള്ള കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം. അവരുടെ ചോദ്യത്തിനുള്ള സമയം നമ്മൾ അപഹരിക്കാൻ പാടില്ലല്ലോ. ഇല്ല, അപഹരിക്കാൻ പാടില്ല. അപ്പം അത് അവര് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സുനിത വില്യംസ് വരെ സ്പേസിൽ പോയിട്ട് താമസിച്ച് വന്നു. അദ്ദേഹം അവരിപ്പോൾ കോഴിക്കോട് വന്ന് ജനങ്ങളെ മീറ്റ് ചെയ്തു, എല്ലാം കണ്ടു. ശാസ്ത്രം ഇത്രയധികം വളർന്ന സമയത്ത് താങ്കൾ പറയാണ് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിശ്വസിക്കണോ? അതെ സാർ, അത് വെറും ഒരു തമാശക്ക് പറഞ്ഞതാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജിൽ ഞാൻ 2 കിലോ ബീഫിന്റെ ഇറച്ചി വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കോ? ഫ്രിഡ്ജ് തുറന്ന് നോക്കി കാണണ്ടേ ആ ബീഫ്? വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാതെ എങ്ങനെ വിശ്വസിക്കും? നമുക്ക് ഒരാളെ വിശ്വാസം നമ്മൾ വിശ്വസിക്കും. ആരും വിശ്വാസത്തില് ഇതിലിപ്പോ ആരും വിശ്വാസം? ദൈവത്തിനെ കുറെ ആൾക്കാർ വിശ്വസിക്കും. ദൈവത്തിനെ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? ദൈവത്തിൽ കണ്ടിട്ട് വിശ്വാസം? ദൈവത്തിനെ കാണാതല്ലേ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? അതുപോലെ പിന്നെ മരിച്ചു പോകാൻ പേടി എല്ലാവർക്കും. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഷൈൻ ടോം പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടല്ലേ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കില്ല. അല്ല, ഒരു മിനിറ്റ്. ഞാൻ എന്നോടുള്ള ചോദ്യം ചോദ്യമാണോ അത്? അത് ചോദ്യമല്ലല്ലോ. ഇതാ ചേച്ചിയുടെ അഭിപ്രായമാണ്. അഭിപ്രായത്തിനെതിരെ ഞാൻ ഒന്നും പറയാറില്ല. കാരണം സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത വലിയ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അവരുടെ മുന്നിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ശരി നിസ്സാരക്കാർ, ഈ ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിക്കും പറയാം, പക്ഷെ അതിൽ ഞാൻ ചിന്തിക്കും. ചേച്ചിനെ തള്ളി പറയൊന്നുമില്ല കേട്ടോ. ചേച്ചി ഉരുണ്ടതാന്നല്ല വിശ്വസിക്കുന്നത്. പണ്ട് ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഉരുണ്ടതാണെന്ന് വിശ്വസിച്ച ഒരാളെ കൊന്നു, അറിയോ? ആ കഥ അറിയോ? അന്ന് ശാസ്ത്രം ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്ന ഞങ്ങൾ വലിയ ശാസ്ത്രമൊന്നും ഇപ്പൊ ഇല്ല. ആക്ച്വലി ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തിനെ പറ്റി അറിയോ? എത്ര ഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഇതില് അറിയോ? എത്ര 9 ഗ്രഹങ്ങളായത് പ്ലൂട്ടോനെ ഒഴിവാക്കി വീണ്ടും 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? 2 ആഴ്ച കഴിഞ്ഞാൽ പ്ലൂട്ടോനെ തിരിച്ചെടുക്കും. ശാസ്ത്രം എപ്പോഴും ആപേക്ഷികമാണ്. അതെ, ആപേക്ഷികമാണല്ലോ. 100% സത്യമല്ല. അതന്നെ ഞാൻ പറഞ്ഞല്ലോ. ഭൂമി ഉണ്ടല്ല. ചേച്ചി പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രം പറയുമ്പോ എനിക്കൊരു സംശയം, ഉരുണ്ടതാണോ? അല്ല, അത് വേറെയാണെന്ന് സ്ഥാപിക്കുന്നവരെ അതൊരു സത്യം തന്നെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് എന്താ ഇങ്ങനെ പോകാത്ത ചുറ്റി? പൈലറ്റുമാരോട് ചോദിച്ചോ, ഇവിടെ പൈലറ്റുമാരുണ്ടെങ്കിലോ അങ്ങനെ ഭൂമിനെ പറ്റി പഠിക്കണമെന്ന് ചോദിച്ചോ. ഭൂമിയെ ചുറ്റി ഒരു ഫ്ലൈറ്റ് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഈ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇത് എവിടെയാ? ഭൂമിയുടെ മുകളില്, ഈ സ്പേസില് അല്ലേ, തൊട്ട് മുകളില് അല്ലേ? ഇവിടെ പഠിച്ചിട്ടുള്ളവരാരാ? ഈ സാറ്റലൈറ്റും സ്പേസ് ഷിപ്പൊക്കെ എവിടെ നിൽക്കുക? ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അതിന്റെ പുറത്തല്ലല്ലോ, ജസ്റ്റ് മുകളിൽ. നമ്മൾ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ പൂർണ്ണ രൂപം കാണാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ലോ ഇത്ര കാലം. അതാണ് നമ്മൾ പറ്റിയത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശാസ്ത്രമാണോ നാസയാണോ? അമേരിക്കയുടെ. അതാണല്ലോ നമ്മൾ ഇത്രയും വലിയ പറ്റിച്ച് ചന്ദ്രനിൽ പോയി ഒന്നെന്ന് പറഞ്ഞിട്ട് അല്ലേ? പോയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാലല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഒരാളുടെ വിശ്വാസം മറ്റുള്ളവരെ തെറ്റാണെന്ന് വരുത്താൻ പറ്റില്ല. ഒരാളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ അതെല്ലാവരും അവർക്ക് തെറ്റാണെന്ന്. അല്ല, ചന്ദ്രനിലേക്ക് എങ്ങനെ പോവുക? ചന്ദ്രനിലേക്ക് ഏത് വണ്ടിയിലാണ് പോവുക? ഏത് വണ്ടിയിൽ അതിന് പോകാനുള്ള സ്പേസ്, മിസൈലുകളൊക്കെ ഉള്ള സ്പേസ്. ഈ റോക്കറ്റ് എങ്ങനെ പോവുക? റോക്കറ്റ് പോകണ കണ്ടിട്ടുണ്ടോ? എത്ര വലിയ സാമഗ്രികൾ വേണമെന്ന് അറിയാം. ഇവിടെ തുമ്പ കണ്ടിട്ടില്ലേ? റോക്കറ്റ് വിടണമെങ്കിൽ അതിന് ലാസ്റ്റ് 1 മുതൽ 10 വരെയൊക്കെ എണ്ണണം. ഇത്രയും എക്യുപ്മെന്റ്സും കാലഘട്ടമൊന്നും പോരാ. പിന്നെ 10 വരെ ഒരു എണ്ണാലും ഇത് കഴിഞ്ഞ റോക്കറ്റ് ഇവിടുന്ന് വിടുക. ഈ പോണ റോക്കറ്റിന്റെ കണ്ടുണ്ടാ ബാക്ക് ഇങ്ങനെ കത്തി 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 കത്തി. അതെന്താണ്? അന്തരീക്ഷമായിട്ട്
ചേരുമ്പോൾ കത്തണതാണ്. അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭൂമിയുടെ ഭ്രമണപഥം ബ്രേക്ക് ചെയ്തിട്ട് സ്പേസിൽ കിടക്കണം. യെസ്, അതന്നെയാണ്. അപ്പൊ ചന്ദ്രനായ അതെ. ഇല്ല, അങ്ങനെ സ്പേസിലൂടെ ട്രാവൽ ചെയ്ത് ചന്ദ്രന്റെ ഭ്രമണപഥം കണ്ടെത്തണം. എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് ചന്ദ്രന്റെ ഇതിലേക്ക് കടക്കണം. എന്നിട്ട് ചന്ദ്രന്റെ ഈ പറയുന്ന ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ റോക്കറ്റിന് എത്ര ഉണ്ടാവും ബാക്ക് കത്തിയിട്ട്? ആ തുമ്പ് മാത്രം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആരാ തള്ളി വിടുന്നവരെ? സാറേ, ഇതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ പോയിട്ട് ഇവിടുന്ന് എന്തിന് ഇത്രയും വലിയ ശാസ്ത്രം? അല്ല, മാൻലെസ് ആയിട്ടുള്ള ഉപഗ്രഹമാണ് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. അല്ലല്ല, നീൽ ആംസ്ട്രോങ് അവര് പണ്ട് പോയി, പക്ഷേ പണ്ട് പോയി, പിന്നെ ആരും പോയിട്ടില്ല. പിന്നെ ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രം താഴേക്കല്ലേ? അല്ലെങ്കിൽ പിന്നെ പോണ്ടല്ലേ? അല്ല, കഴിഞ്ഞ ഇപ്പൊ വർഷമൊക്കെ മറ്റേ പോയല്ലോ. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനില്ലേ, പുള്ളി എങ്ങനെ കാശിലാക്കിയെന്ന് അറിയോ? എന്ത് പറഞ്ഞാ, എന്താ ബിസിനസ് അറിയോ പുള്ളിയുടെ? ചന്ദ്രലേക്ക് ആളെ കൊണ്ടുപോകാനായിട്ട് പുള്ളി പോയിട്ടുണ്ട് ചന്ദ്രനിലേക്ക്. ഇപ്പൊ ഒരാളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആദ്യം ആ സ്ഥലത്തേക്ക് പോകണ്ടേ? വേണ്ടേ? വേണ്ടേ? അതല്ല അതിന്റെ വിശ്വാസ്യത. നിങ്ങളുടെ വീട്ടിൽ പോവാ, വാ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോവാ. അപ്പൊ നമ്മളിലേക്ക് നിങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, നമുക്ക് പോയോക്കാം, വീടുണ്ടോ? സ്വന്തം വീട്ടിൽ പോകാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അതല്ലാത്ത വിഷയം. ഈ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ ആള് ചന്ദ്രനിൽ പോയിട്ട് പുള്ളി കേരളത്തിൽ പോലും വന്നിട്ടില്ല. ആണാ? പക്ഷെ ആള് കാശുണ്ടാക്കിയില്ലേ? ആൾക്കാർ പറ്റിച്ച് കാശുണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം, അല്ലേ? ചന്ദ്രനിൽ ഒരാളെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഉറപ്പുണ്ട് ആൾക്ക്? പുള്ളിക്ക് നാളെ നിലനിൽക്കുന്ന ഉറപ്പുണ്ടോ? ഈ ചന്ദ്രൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഇത്രയും കാലങ്ങൾ ഇവിടെ ആയിട്ട് നിലനിൽക്കുന്നതല്ലേ ഇതെല്ലാം? ചന്ദ്രനാ? നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനോട് ജീവിക്കണില്ലേ? ഈ ചന്ദ്രൻ എന്ന് പറയുന്നതിന് സ്വന്തം കത്തിജ്വലിക്കാനുള്ള ശക്തി ഉണ്ടോ? ചന്ദ്രൻ കത്തിജ്വലിക്കല്ല, സൂര്യനാണ് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ അതിനേക്കാളും കുറഞ്ഞ ഇതിലാണ്. ഈ ചന്ദ്രൻ ഈ വട്ടത്തിലുള്ള രൂപത്തിലാണോ ശരിക്കും അവിടെ? ചന്ദ്രനല്ല, ഭൂമി ഉരുണ്ടതാണോ? ഈ കാണുന്ന നക്ഷത്രത്തിന്റെ ഷേപ്പ് എങ്ങനെയാ? നക്ഷത്രങ്ങൾ എന്ന് പറയില്ലേ നമ്മള്, അതിന്റെ ഷേപ്പ് എങ്ങനെയാ? നക്ഷത്രം അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർ. അപ്പൊ തന്നെ കാണുമ്പോ കത്തി ഇല്ലാണ്ടിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ തന്നെ ചെറുപ്പം മുതൽ കാണുന്ന എല്ലാ നക്ഷത്രവും അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. നക്ഷത്രങ്ങളെ പകൽ കാണാത്തത് സൂര്യനുള്ളതുകൊണ്ടാണ് കാണാത്തത്. സൂര്യന്റെ പ്രഭാവം കൊണ്ട് മറ്റൊന്നും കാണുന്നില്ല. അതാണ് അതിന്റെ സത്യം. ഞാനിവിടെ വെച്ച് നിർത്താം. അല്ല, സൂര്യന്റെ പ്രഭാവം, സൂര്യൻ അപ്പൊ എവിടേക്ക് പോണത് ഇപ്പോ? ഹലോ 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 അല്ലല്ല, സൂര്യൻ പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ഔട്ടാ. ഇതിന് കറക്റ്റായ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കണമെന്നൊന്നുമില്ല. ആ ചേച്ചി ഇപ്പൊ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ സെഷനിൽ പങ്കെടുത്തു എന്നായി. തർജ്ജമ ചെയ്ത് കൊടുക്കണേ. ഷൈൻ അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. പുള്ളി ചോദിച്ചത് പുള്ളിക്ക് എന്തായിരുന്നു അറിയണ്ടായിരുന്നു ചേച്ചിക്ക്? അല്ല, പുള്ളിക്കാരി ISRO ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ ചോദിച്ചു വന്നതാണ്. അതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായപ്പോ മനസ്സിലായി. ചേച്ചി എന്റെ സിസ്റ്റർ ബ്രഹ്മോസിലെ വർക്ക് ചെയ്യണത്. സിസ്റ്ററാ? എന്റെ സിസ്റ്റർ സൈക്കോളജിസ്റ്റ്. അതെന്ന് വെച്ചാൽ എനിക്ക് വല്ല അതിന്റെ അറിവുണ്ടോ? എൻ്റെ അനിയത്തി സൈക്കോളജിസ്റ്റാ, PhD. താഴെ അനിയത്തി സ്പെഷ്യൽ BEd. എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ട്? എനിക്ക് ജോലി കിട്ടും. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടണമെങ്കിൽ ഞാൻ പഠിക്കണം, എനിക്ക് പോകുന്നുണ്ടാവണം, വിവരം ഉണ്ടാവണം. അനിയത്തിക്ക് തട്ടിക്കഴിഞ്ഞ വല്ലവർക്കും ചേച്ചിക്ക് അത് നല്ല കാര്യം. അപ്പാപ്പന് മറ്റേ ആനയുടെ മുകളിലിരുന്ന് തൈമിടെന്ന് പറഞ്ഞിട്ടില്ലേ? മൈക്ക് ഓൺ ചെയ്യണം ശാസ്ത്രീയമായിട്ട്. അങ്ങനെയാ. നന്ദി സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം നർമ്മം കലർന്ന ഭാഷയിൽ നർമ്മം കലർന്ന ഹാസ്യത്തിൽ നമ്മളോട് സംസാരിച്ചു. നമ്മളെ ചിന്തിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിൽ ഷൈൻ ടോം സാറിനെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ സ്നേഹം, മാതൃഭൂമിയുടെ സ്നേഹം നൽകുന്നത്. അല്ല, വേറെ എനിക്കൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളൊക്കെ ഇങ്ങനെ സമ്മതിക്കാൻ ഇവരൊരു അവസരം ഉണ്ടാക്കി തരുന്നത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാവരും തരാറില്ല. അങ്ങനെ അവസരം ഉണ്ടാകുമ്പോഴാണ് പുതിയ ചിന്തകൾ ഉണ്ടാവുള്ളൂ. ഇത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് എൻ്റെ ചിന്തകളാ, അല്ലേ? ഇത് ശരിയാണോ ശരിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ട്, പിങ്ക് ഫ്ലോയിഡിൻ്റെ. എല്ലാവരും ഒരേപോലെ ഇങ്ങനെ വാർത്തെടുക്കുന്ന
കുറേ റോബോട്ടുകൾ ചണ്ടികളാവും. നമുക്ക് സ്വന്തമായി ചിന്തിക്കാം, സ്വതന്ത്ര ചിന്തകൾ ഉണ്ടാവണം. അല്ലാതെ ഞാൻ നല്ലതാണെന്ന് 10,000 പേര് പറയുമ്പോൾ നിങ്ങളും വിശ്വസിക്കരുത് ഞാൻ നല്ലതാണെന്ന്. മോശമാണെന്ന് വിശ്വസിക്കണം. മോശമാണെന്ന് വിശ്വസിക്കാം. നമ്മൾ 1,000 പേര് നമ്മൾ മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ മോശമാവുന്നില്ല. 10,000 പേര് നല്ലതാണെന്ന് പറഞ്ഞാലും ഞാൻ നന്നാവില്ല. ഒറിജിനാലിറ്റിക്ക് അപ്പുറമുള്ള ഒരു ഷൈനെയാണ് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. താങ്ക് യു വെരി മച്ച് ഷൈൻ ടോം ചാക്കോ. അടുത്തതായി അദ്ദേഹത്തിന് മാതൃഭൂമിയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ലുലുവിൻ്റെ മീഡിയ ഗ്രൂപ്പ് ഹെഡ് NB സ്വരാജ് സർ. A landmark was born that redefined the way Trivandrum shops, celebrates and comes together. Trivandrum Lulu Mall has been more than a shopping destination. It brought ഞങ്ങളുടെ a മെമെന്റോ global നൽകുകയാണ്. shopping ഞങ്ങളുടെ ടോക്കൺ experience, ഓഫ് ലവ് world-class ഒരു brands പൊന്നാട and modern അണിയിച്ച് lifestyles. ഞങ്ങളുടെ all സ്വന്തം under ഷൈനെ one iconic ഞങ്ങൾ roof. ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. Lulu Mall is not just about അദ്ദേഹത്തിന്റെ shopping. ചിന്തകളെയും It is where അദ്ദേഹത്തിന്റെ families ഭാഷയും meet, നാം friends ഉള്ളോട് ചേർക്കുന്നു. reconnect, and memories are made.